തിരുവനന്തപുരം മേയറും സച്ചിൻ ദേവ് എം.എൽ.എയും തടഞ്ഞിട്ട KSRTC ബസ്സിലെ നിർണായകമായ തെളിവ് കാണാനേയില്ല. ബസ്സിൽ പരിശോധന നടത്തിയ പോലീസ് വെറും കൈയോടെ മടങ്ങി. സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് യദുവിനെ കുടുക്കാനാണ് ശ്രമമെന്ന് കോൺഗ്രസ് യൂണിയൻ ആരോപിച്ച് നമുക്ക് റിപ്പോർട്ട് ആദ്യം കാണാം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്ക വിഷയത്തിൽ നിർണായക തെളിവാകേണ്ട CCTV ദൃശ്യങ്ങളാണ് ഈ KSRTC ബസ്സിൽ നിന്ന് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. KSRTC ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ നടുറോഡിൽ നടന്ന വാക്ക് തർക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. ഇതിന്റെ ഭാഗമായി KSRTC ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി DVR കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡ് ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്ന് അന്വേഷിക്കുമെന്നും SHO ജയകൃഷ്ണൻ പറഞ്ഞു. മെമ്മറി കാർഡ് കാണുന്നില്ല, അതിനകത്ത് ഒരു 64 GB മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ്. കാണുന്നില്ല. ഇതുവരെ റോഡുകളിൽ സ്ഥാപിച്ച പല CCTV ദൃശ്യങ്ങളാണ് പരിശോധിച്ചത്. ഇതിനിടെയാണ് ബസ്സിനുള്ളിൽ 3 CCTV ഉണ്ടെന്ന് അറിയുന്നത്. എന്നാൽ ബസ് സർവീസ് നടത്തുന്നതിനാൽ പരിശോധിക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെയാണ് പരിശോധനയ്ക്കായി തിരുവനന്തപുരം ടെർമിനലിൽ എത്തിയത്. ഇതിനു പിന്നാലെയാണ് മെമ്മറി കാർഡ് കാണാനില്ലെന്ന് അറിയുന്നത്. മെമ്മറി കാർഡ് മാറ്റിയതായി സംശയിക്കുന്നുവെന്നും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. മെമ്മറി കാർഡ് കൂടി കാണാതായതോടെ മേയറും അതുപോലെ തന്നെ യദുവും തമ്മിലുള്ള വിഷയത്തിൽ വളരെയധികം ദുരൂഹതകളാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. രതീഷ് വെൺപകലിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വളരെ നിർണായകമായ മെമ്മറി കാർഡ് ഇല്ലാതായാൽ, നഷ്ടപ്പെട്ടു പോയാൽ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അത് നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് ആരെ തുണയ്ക്കുന്നതാണ് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മോടൊപ്പം ശരത്ചന്ദ്ര പ്രസാദ്, കോൺഗ്രസ് നേതാവ്, ഒപ്പം ഇടതു സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം യദു കൃഷ്ണൻ, ഈ ബസ്സുമായി ബന്ധപ്പെട്ട ഈ ബസ്സിലെ ഡ്രൈവർ, ഒപ്പം KP ഗണേഷ് കുമാർ മന്ത്രിയെ കൂടി ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതാണ്. അദ്ദേഹം ഇതുവരെയും മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ചർച്ചയിൽ പ്രതികരിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, മുൻ MLA കൂടിയാണ്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു ഇന്നിപ്പോൾ ലഭിക്കാതെ പോയത്. അതായത് DVR ഉണ്ട്, പക്ഷേ അതിലെ മെമ്മറി കാർഡില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ തെളിവായി ഉള്ളത്, മേയറുടെ വാഹനം ഈ സീബ്ര ക്രോസിന് കുറുകെ ഇട്ടുകൊണ്ട് വാഹനം തടസ്സപ്പെടുത്തി എന്ന ആരോപണത്തിന് തെളിവുണ്ട്. പക്ഷേ മേയർ പറയുന്ന ഈ ലൈംഗിക ചേഷ്ട അല്ലെങ്കിൽ ചേസ് ചെയ്തു, അങ്ങനെ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായ ആരോപണം മേയർ ഉന്നയിക്കുന്നതാണ്. ആ ആരോപണത്തിലടക്കം തെളിവുകൾ ലഭിക്കാമായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയലാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ദുരൂഹതയെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഈ ഇന്നലെയും ഇന്നുമായി ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വിഷയം വിലയിരുത്തിയാൽ, യഥാർത്ഥത്തിൽ ആദ്യം ഈ സംഭവം ഉണ്ടായ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മേയറും മേയറുടെ ഭർത്താവ് MLAയും എല്ലാം നിഷേധിച്ച് എല്ലാം ഡ്രൈവറുടെ മണ്ടയ്ക്ക്, യദുവിൻ്റെ മണ്ടയ്ക്കാണ് കൊണ്ടുവച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ട് മുതൽ അന്തരീക്ഷമൊക്കെ മാറി. സീബ്ര ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് വാഹനം തടഞ്ഞിട്ട് മേയറടക്കം MLA അടക്കം കുടുംബക്കാരടക്കം ഡ്രൈവറോട് കയർത്ത് കഴിയുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടത്, ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടത്. ഒപ്പം വന്നൊരു വാർത്ത, MLA അടക്കമുള്ളവർ ബസ്സിനകത്ത് കയറി ചില ആളുകൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിരുന്നു. അത് ബലമായി അത് മായ്ച്ച് കളഞ്ഞിട്ടാണ് അവർ അവിടെ സ്ഥലം വിട്ടതെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത്, പോലീസ് പറയുന്ന പ്രശ്നമാണ് നമ്മൾ കേട്ടത്, അതിനകത്ത് മെമ്മറി കാർഡ് കാണാനില്ല. ഈ മെമ്മറി കാർഡ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലീസ് പരിശോധിക്കാൻ ചെല്ലുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷൻ സമയത്ത് വഴിയിലൊക്കെ വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിക്കുമായിരുന്നു. ആ സമയത്തൊരു ക്യാമറമാൻ കൂടെ ഉണ്ടായിരുന്നു, പോലീസ് പരിശോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി. ഈ മെമ്മറി കാർഡ് ഉണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കാൻ പോലീസ് ചെല്ലുമ്പോൾ ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളോ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ അത് നമുക്കറിയില്ല. അതല്ലെങ്കിൽ പിന്നെ ഇത് പോലീസ് തന്നെ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ട് പോലീസ് തന്നെ മെമ്മറി കാർഡ് മാറ്റി കഴിഞ്ഞിട്ട് മെമ്മറി കാർഡോടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ പറയുന്നതിൽ വിശ്വസിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മെമ്മറി കാർഡ് കാണാതെ പോയത് എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നാൽ മേയർ KSRTCയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ചില നിസ്സംഗത ഇക്കാര്യത്തിൽ വരുന്നത്. കാരണം ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിട്ട് പോലും KSRTC ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകിയിട്ടില്ല. ഒന്ന്, യദു എന്ന ഡ്രൈവർ ഈ KSRTCക്ക് മുൻപാകെ ഈ പോലീസിന് മുൻപാകെ ഒരു പരാതിയുണ്ട്. അതിനപ്പുറത്തേക്ക് സാധാരണഗതിയിൽ അറിയാമല്ലോ, ഞാനോ ശരത്ചന്ദ്ര പ്രസാദോ ആരെങ്കിലുമോ ഒന്ന് ഏതെങ്കിലും തരത്തിലൊരു ട്രിപ്പ് മുടക്കുകയാണെങ്കിൽ
അവിടെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് KSRTC നടപടി സ്വീകരിക്കും. പക്ഷേ ആ ഉത്തരവാദിത്തപ്പെട്ട KSRTC ഇതുവരെയും ഒരു നടപടി സ്വീകരിച്ചില്ല. വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. അപ്പോൾ എന്തൊക്കെയോ ഒരു ഉരുണ്ടുകൂടുന്നതായി താങ്കൾ സംശയിക്കുന്നുണ്ടോ? ശരിയാണ്. സാധാരണഗതിയിൽ മറ്റേത് ഡിപ്പാർട്ട്മെൻറ്റിനെക്കാട്ടും KSRTCക്ക് ഒരു വർഗ്ഗബോധം കാണിക്കാറുണ്ട് പലപ്പോഴും. ആർക്കെങ്കിലും ഒരു സംഭവം വന്നാൽ മാനേജ്മെൻറ്റും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു വർഗ്ഗബോധം കാണിക്കാറുണ്ട്. ഈ കാര്യത്തിൽ അതുണ്ട്. ഈ കാര്യത്തിൽ യദു എന്ന ഡ്രൈവറെ തള്ളിപ്പറയുന്ന സ്ഥിതിയിലേക്കും യദുവിൻ്റെ പരാതി ഡിപ്പാർട്ട്മെൻറ്റ് KSRTC വേണം യദുവിൻ്റെ പരാതി ഫോർവേഡ് ചെയ്ത് പോലീസിൻ്റെ ഉന്നതരുടെ കയ്യിൽ കൊടുത്തിട്ട് കേസെടുപ്പിക്കാൻ. ആ കാര്യത്തിൽ മാനേജ്മെൻറ്റ് നിസ്സംഗത കാണിച്ചു. മാനേജ്മെൻറ്റ് ഒരു മെല്ലെപ്പോക്കൊന്നും പറയാൻ കഴിയില്ല. പൂർണ്ണ അർത്ഥത്തിൽ മരവിച്ചതുപോലെയാണ് ഇരുന്നത്. പക്ഷേ ഈ ഡ്രൈവറുടെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനും അത് താൽക്കാലിക ജീവനക്കാരനാണ്, അതുകൊണ്ട് വേണ്ടി വന്നാൽ അയാളെ ജോലിയിൽ നിന്ന് എന്നേക്കുമായി പറഞ്ഞു വിടാനും ഉള്ളൊരു തീരുമാനമാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഒരു ആകെ ഒരു ആശ്വാസം തോന്നിയത് പ്രാഥമിക അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ യദു കുറ്റക്കാരനല്ല എന്ന് ബോധ്യമായിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. അത് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ നാവടക്കിയിട്ടുണ്ടോ പേന ചുരുട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും പോലീസും KSRTC മാനേജ്മെൻറ്റും ഒത്തുകളിച്ച് പൊളിറ്റിക്കലായ ഒരു തീരുമാനം, ഒരു ലൈനിങ് ആയിട്ട്. കാരണം CPM സംസ്ഥാന സെക്രട്ടറി ആദ്യമേ തന്നെ കുറ്റവാളിയെ പ്രഖ്യാപിച്ചു. ആദ്യമേ തന്നെ യഥാർത്ഥ കുറ്റം ചെയ്ത മേയറും ഭർത്താവ് MLAയും അവർ ശരിയാണ് ചെയ്തത്, അവർ കുറ്റവാളികളല്ല എന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. ഇനി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറമായി പോലീസിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാവില്ല, KSRTCയുടെ ഭാഗത്ത് നടപടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സാധാരണ ഇത്തരം വിഷയങ്ങളിൽ ചാടി വീഴാനുള്ള ബഹുമാനപ്പെട്ട മന്ത്രി എൻ്റെ സുഹൃത്ത് ഗണേഷ് കുമാർ ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. തീർച്ചയായും അതാണ് നമ്മെ അമ്പരിപ്പിക്കുന്നത്. ശരത്ചന്ദ്ര പ്രസാദ്, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്കും റെജി ലൂക്കോസിലേക്കും. ഇപ്പോൾ യദു കൃഷ്ണൻ ഡ്രൈവർ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ യദു, ഈ ഇക്കാര്യത്തിൽ നമുക്ക് ചില സംശയങ്ങൾ വരുന്നത് എങ്ങനെയാണ് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. യദുവാണ് അതുവരെ ഈ വളയം പിടിച്ചിരുന്നയാൾ. യദു സഞ്ചരിച്ച ആ സമയത്തൊക്കെ അവസാനമായി യദുവിനെ പോലീസ് കൊണ്ടുപോകുന്ന സമയം വരെ ഇതവിടെ ഈ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നതായി അല്ലെങ്കിൽ CCTV പ്രവർത്തിക്കുന്നതായി താങ്കൾക്ക് തോന്നിയിരുന്നോ? യദു ടെലിഫോൺ ലൈനിലുണ്ടോ? യദു കേൾക്കാമോ? യദുവിന് ഞാൻ പറയുന്നത് കേട്ടുകൂടായിരുന്നു, അതാണ് ഞാൻ ഉണ്ടാവുന്നത്. എന്താണ് പറഞ്ഞത് ഒന്നുകൂടെ പറയൂ. അതായത് യദു ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് വരെ ഈ CCTV ദൃശ്യം, അതായത് ഈ DVR പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, അതിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നോ? അതിൽ മെമ്മറി കാർഡ് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ മെമ്മറി കാർഡ് ഉണ്ടോ ഇല്ലയെന്ന്. പക്ഷേ മെമ്മറി കാർഡിന്റെ സിമ്പിളും ഉണ്ട്, റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നില്ലേ. നമ്മളിപ്പോ റെക്കോർഡ് ആകുമ്പോൾ മെമ്മറി കാർഡിന്റെ ഒരു സിമ്പിൾ പോലെ കിടക്കണ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമല്ലോ, അത് കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ ഈ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് നഷ്ടമായിരിക്കുന്നത്. അതിൽ എന്താണ് യദുവിന് തോന്നുന്നത്? പ്രധാനപ്പെട്ട തെളിവാണ് നഷ്ടമായതെന്ന് ഞാൻ ആദ്യമേ വീഡിയോസിൽ പറയുന്നുണ്ട്, അന്വേഷണങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നശിപ്പിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബസ് തന്നെ കാണാതാവുന്ന ഒരു അവസ്ഥ വരും. ബസ്സില്ലേ ഈ RTC 101 എന്ന് പറയുന്ന ബസ് ഇനി കാണാതാവുന്ന ഒരു അവസ്ഥ വരും. അതായത് യദു നേരത്തെ തന്നെ പറഞ്ഞിരുന്നോ ഈ തെളിവ്, അതായത് ഇതൊക്കെ പരിശോധിക്കണമെന്ന് യദു ആവശ്യപ്പെട്ടിരുന്നോ? ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ പറഞ്ഞു തെളിവ് നശിപ്പിക്കുമെന്ന് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറയുന്നുണ്ട്, ഇത് പിന്നീട് നശിപ്പിക്കും എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അതായത് യദു ഈ നമ്മുടെ പ്ലാമൂട് തൊട്ട് തുടങ്ങി ഈ അസ്വാരസ്യങ്ങള് പിന്നീട് അവിടെ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ സാഫല്യം കോംപ്ലക്സിന്റെ ആ ഫ്രണ്ട് വശത്ത് വാഹനം കുറുകെയിടുന്ന സമയത്ത് നടന്ന ആശയവിനിമയങ്ങൾ, നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ലൈംഗിക ചേഷ്ടയോ മറ്റോ കാട്ടിയിരുന്നെങ്കിൽ ഇതൊക്കെ ഈ നമ്മുടെ ഈ DVRൽ അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡിൽ ഈ CCTVയിൽ പതിയുമായിരുന്ന ഒരു തെളിവായിരുന്നു, അതല്ലേ? അത് തന്നെ. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, അത് CMD അല്ലേ എടുക്കണ്ടേ. നമ്മൾ അത് പ്രോപ്പർ ചാനൽ വഴി പരാതി എഴുതി കൊടുത്ത് CMD വഴിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ മെമ്മറി കാർഡ് കാണാനില്ലല്ലോ. മെമ്മറി കാർഡ് കാണാനില്ലെങ്കിൽ അത് ഇപ്പൊ നമുക്ക് പറ്റൂലല്ലോ, നമുക്കത് എടുത്ത് മാറ്റാനോ എടുക്കാനോ പറ്റൂലല്ലോ.
എങ്ങനെ മിസ്സായി കാണുമെന്നാണ് യദുവിന് തോന്നുന്നത്? ഇത് അതിനുശേഷം വണ്ടി അവിടെ ചുമ്മാ ഒതുക്കിയിട്ടൊക്കെയായിരുന്നു. ആ ഒരു ഇതിന് ശേഷം ഞാൻ 10:30 വന്നല്ലോ. 10:30 വന്നപ്പോ റോഡില് ഫ്രണ്ടിൽ കിടക്കായിരുന്നു വണ്ടി 101 RTC 101. അതായത് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസിന്റെ കസ്റ്റഡിയിലല്ല, നമ്മൾ ഡിപ്പോയില്. അതായത് പോലീസ് അവിടെ നിന്നും പോലീസ് പരിശോധന നടത്തുന്നു, പിന്നീട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് നടത്തിയൊന്നുമില്ല. പോലീസ് വേറെ പരിശോധന ഇപ്പോഴേ നടത്തിയതല്ലേ ഉള്ളൂ. അതെ, അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ കസ്റ്റഡി, അതായത് KSRTCയുടെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് ഇത് നഷ്ടപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ KSRTCയുടെ കസ്റ്റഡിയിലാണ് വണ്ടി ഇരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ അറിയാതെ ഇത് പോകില്ലല്ലോ. അതായിരിക്കാം. ഞാൻ ഉദ്യോഗസ്ഥരെ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇപ്പോ ഒരാ ഉദ്യോഗസ്ഥയെ പറഞ്ഞതിന്റെ ക്ഷീണം ഇതൊരിക്കലും മാറിയില്ല. ഞാൻ ഉദ്യോഗസ്ഥരെ പറയാൻ ആളല്ല. ഞാൻ താൽക്കാലിക ജീവനക്കാരനാണ്. അതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളും അതൊക്കെ ഡിലീറ്റ് ആയി പോയോ അല്ലെ ഉണ്ടോ, മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെ അതൊക്കെ ഉദ്യോഗസ്ഥർക്ക് അറിയാവുള്ളൂ. പക്ഷെ റെക്കോർഡിംഗ് ആയെന്ന് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. സ്ക്രീനിൽ അറിയാൻ പറ്റും. ഒരു കാര്യം, യദുവിന്റെ ഈ പരാതിയിൽ എന്തെങ്കിലും അറിയിപ്പ് പോലും ലഭിച്ചിട്ടുണ്ടോ? നൽകിയ പരാതിയിൽ ഇല്ല. ഞാനൊരു കാര്യം പറയട്ടോ. എന്റെ ഒരു ഇത് പറയാണ്, നിങ്ങൾ ചോദിക്കാതായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കമ്മീഷൻ ഓഫീസിൽ നിന്നപ്പോയി മനുഷ്യാവകാശത്തിൽ കേസ് കൊടുത്തിട്ട് അതിന്റെ മെസ്സേജ് വരുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല ഒന്നാമത്. അത് കഴിഞ്ഞ് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തിട്ട് എന്റെ അടുത്ത് കമ്മീഷൻ ഓഫീസിൽ പോയപ്പോ സാറ് ഉടനെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നേരെ വന്നിട്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നീ ഇന്ന കേസിലെ പ്രതിയല്ലേ? കമ്മീഷണർ ചോദിക്കുകയാണ്. നീ ഇന്ന കേസിൽ കമ്മീഷണർ ഇല്ല, മെയിൻ കമ്മീഷണർ ഇല്ലാത്തത് അഡീഷണൽ ആണ് എടുത്തെന്ന് തോന്നുന്നു. എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടാ, വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ അതിന്റെ ഇപ്പുറത്തെ ഒരു മാഡം പറഞ്ഞു സാറില്ല, സാറ് പോയി, അതിന് പകരത്തിന് അഡീഷണൽ ആയിട്ടുള്ള ആളുണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് പറയുന്നെന്ന് വെച്ചാൽ, നീ ഇന്ന കേസിലെ പ്രതിയല്ലേ? ഞാൻ ഇപ്പൊ ഒരു പരാതി കൊടുക്കാൻ പോണ ആളാണ്. അപ്പൊ എന്റെ അടുത്ത് ആ ഒരു രീതിയിൽ പെരുമാറാതെ ഇത് മേയർ അശ്ലീലം കാണിച്ചെന്നുള്ള രീതിയിലാണ് പറയുന്നത് മൊത്തം. ശരി, അപ്പൊ ഏതൊരു KSRTC എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? ഞാൻ ഇതുവരേക്കുമായിട്ട് ആരും എന്നെ വിളിച്ചിട്ടുമില്ല. TDF കുറെ മീഡിയാസും കുറെ നമ്മുടെ സംഘടനകൾ, ഡ്രൈവർ സംഘടനകൾ കുറെ ആൾക്കാരേ ഉള്ളൂ. അല്ലാതെ വേറെ ആരും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അതായത് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരും ഈ കാര്യത്തിൽ ഒരു രീതിയിലുള്ള ചോദ്യമോ മൊഴിയോ എടുത്തിട്ടില്ല. അത് കേൾക്കുമ്പോഴും നമുക്കറിയാം. അതായത് ഇവരെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവരെയൊക്കെ ജോലി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ കണ്ടില്ലേ, മെമ്മറി കാർഡ് പോലും പോയില്ലേ? ഇനി ബസ്സാണ് പോണെന്നുള്ള അറിഞ്ഞുകൂടാ. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. യദു ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരുക. എന്തായാലും ആദ്യം ഈ യദുവിന് അനുകൂലമായിട്ടൊക്കെ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ എവിടെ എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്നു. ആരുടെ സമ്മർദ്ദമാണ് അങ്ങനെയെങ്കിൽ എന്ന് ഈ ഗതാഗത മന്ത്രിയെ ഓർത്തെങ്കിലും, കാരണം PCR നിന്ന് വീണ്ടും ഒരുപക്ഷെ വിളിക്കുന്നുണ്ട്. ഗതാഗത മന്ത്രി എന്തെങ്കിലും അദ്ദേഹം പ്രതികരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഇല്ല എങ്കിൽ അദ്ദേഹം ഒന്നും പറയുന്നില്ലെങ്കിൽ ആ മൗനത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ശ്രീ റെജി ലൂക്കോസ്, എന്താണ്? കാരണം നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് നഷ്ടപ്പെടുന്നത്. ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചോളം ആര്യ രാജേന്ദ്രന് പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന ബോധ്യമുള്ള ഒരു തെളിവ്. ഒപ്പം തന്നെ നേരത്തെ സച്ചിൻ ദേവ് MLA അതിൽ കയറി അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഇറങ്ങിപ്പോകൂ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്താമായിരുന്നു. ഈ പ്രധാനപ്പെട്ട ഒരു ഡിവൈസ് ഉണ്ടായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെടുന്നതിൽ ആരെങ്കിലും ദുരൂഹത സംശയിച്ചാൽ. അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ളത്, എത്രയോ ചാനൽ ചർച്ചകളിൽ നമ്മളൊന്നും തന്നെ ഇരുന്നിട്ടുണ്ട്, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് ലജ്ജാകരമായ രീതിയിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്, ഞാൻ മാതൃഭൂമിയുടെ ചർച്ചയെ വിളിച്ചതിന്റെ പേര് ഞാൻ പറഞ്ഞതല്ല. മാധ്യമങ്ങൾ ഒരു ക്രിമിനലിനെ വെള്ളം പൂശാനും ഒരു സ്ത്രീയെ ഏറ്റവും മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാനും 2 ദിവസമായിട്ട് ശ്രമിക്കുന്നു ഓർക്കുമ്പോൾ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. പ്രതീക്ഷിച്ച് ആലോചിക്കുക, ഇടപെടരുത്. ഈ ചെറുപ്പക്കാരൻ ആരാ? ഇയാളെ കൊടും ക്രിമിനലാണെന്നുള്ളതിന്റെ തെളിവുകൾ നിയമപരമായിട്ട് തന്നെയുണ്ട്. ഈയുടെ പേരിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് 2 പോലീസ് കേസുണ്ട്. ഒരു സ്ത്രീയെ അശ്ലീലപരമായ രീതിയിൽ മുണ്ടുപൊക്കി കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ടൊരു കേസുണ്ട്. അയാളിപ്പോ പൊക്കി പിടിച്ചുകൊണ്ട് കാണിക്കുന്ന എന്താ? അയാൾ കോടതി അയാളെ വെറുതെ വിട്ടുന്നത്. അയാൾ എങ്ങനെ കോടതി വെറുതെ വിടുന്നത്?
അയാളുടെ ഈ പ്രതി അയാൾക്കെതിരെ പരാതി തുടക്കം മുതൽ റജി ലൂക്കോസ് അങ്ങനെ പറയാൻ പാടില്ല. കാരണം ചില സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ വളരെ അടിയന്തരമായി എത്രത്തോളം ജാഗ്രതയോടുകൂടി മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ നിലനിൽക്കുന്നു എന്ന് താങ്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ മേയറുടെ കാര്യത്തിലായാലും അങ്ങേയറ്റം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനെ അങ്ങേയറ്റം അന്ന് അപലപിച്ചിട്ടുള്ള ഒരു മാധ്യമമാണ്. പിന്നീട് നമ്മൾ എന്താണ് ഈ യദുവിനെ വീണ്ടും ടെലിഫോൺ ലൈനിൽ വിളിക്കുന്നത്? യദു പറഞ്ഞ ഒരു ആരോപണം അതാണ് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ സീബ്ര ക്രോസ് ഇട്ട് നിർത്തിയിരിക്കുന്ന വാഹനത്തിന്റെ ദൃശ്യം, അതാണ് ഒരു നിയമലംഘനമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും പ്രൂവ് ചെയ്യപ്പെടണം. ആ പ്രൂവ് ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണ്? അതിലെ പ്രധാനപ്പെട്ട ഒരു തെളിവ്, പ്രധാനപ്പെട്ട ഒരു രേഖ, അതാണ് ഇവിടെ നഷ്ടമാകുന്നത്. അപ്പോൾ തീർച്ചയായും ഇവിടെ ഈ പറയുന്ന രീതിയിൽ കൊടുത്ത ഒരു പരാതിയിൽ, ക്രിമിനൽ ആണെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ അദ്ദേഹം കൊടുത്ത ഒരു പെറ്റീഷൻ ഇവിടെ ഉണ്ട്, അതെടുക്കുന്നില്ല. KSRTC ഇതിൽ വളരെ ഒളിച്ചുകളി തുടക്കം മുതൽ നടത്തുന്നു. എന്താണ് ആ ഒളിച്ചുകളി? KSRTC ആദ്യം ഈ അനുകൂലമായി റിപ്പോർട്ട് കൊടുത്തു, അതിനുശേഷം ഒരു രീതിയിലും ഇപ്പോൾ ഇതാ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിട്ട് കൂടി KSRTC തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട തങ്ങളുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു എന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നില്ല. KSRTC പോലീസിന് മുൻപാകെ പരാതി കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾ ആണ് കേരളത്തിൽ. സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് സംബന്ധിച്ച് അത് വ്യക്തമായ ബോധ്യമുള്ളവരുമാണ്. അപ്പോൾ ആ വഴിക്ക് ചർച്ച കൊണ്ടുപോയിട്ട് കാര്യമില്ല. ശ്രീ റജി ലൂക്കോസ് ദയവായി. അല്ലല്ലല്ല, അങ്ങനെയൊന്നും ഒരു ടാർഗറ്റ് വെച്ച് പറയരുത്. പ്രതീക്ഷയൊക്കെ വളരെ മാന്യമായ രീതിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്ന ആളാ. അതെനിക്ക് വളരെ ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഒന്നോ രണ്ടോ മാധ്യമങ്ങളെ മാത്രമല്ല, പൊതുവായ രീതിയിൽ ഈ ചെറുപ്പക്കാരനെ വെള്ളപൂശാൻ നടക്കുന്ന മാധ്യമങ്ങളുടെ വ്യഗ്രത എന്തിന്റെ പേരിലാ? കടുത്ത ഇടതുപക്ഷ ശത്രുതയുടെ പേരിൽ തന്നെയാ. എന്നെ ഇങ്ങനെ തടസ്സപ്പെടുത്താതെ ഉള്ള സമയത്തിൽ എന്തെങ്കിലും പറയാൻ അനുവദിക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഈ ചെറുപ്പക്കാരൻ ആ സ്ത്രീ, ഇയാൾക്കെതിരെ സ്ത്രീ ലൈംഗിക ചേഷ്ട കാണിച്ചതിന്റെ പേരിൽ, അത് വളരെ മോശമായ രീതിയിൽ കാണിച്ചതിന്റെ പേരിൽ അവർ പരാതി കൊടുത്തു. ആ പരാതി അവരുടെ വീട്ടിൽ ചെന്ന് ഒത്തുതീർപ്പാക്കി, അവർ കൈയും കാലും പിടിച്ച് ഒത്തുതീർപ്പാക്കി. ആ ഒത്തുതീർപ്പ് കോടതി കൊടുത്തപ്പോ കോടതി അയാളെ വെറുതെ വിട്ടു. ആ പേപ്പറുമായിട്ട് അയാൾ ഇപ്പം ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഇവിടെ സംഭവിച്ചത് എന്താണ്? കേരളത്തിലെ മനുഷ്യർക്ക് സാമാന്യ ബുദ്ധിയല്ലേ? സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചും ഘോരഘോരം പ്രസവിക്കുന്ന ഈ സമൂഹത്തിന് മുമ്പിൽ കേരളത്തിലെ ഒരു മേയർ 21ാമത്തെ വയസ്സിൽ അവർ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് മേയറായി. മേയർക്കൊപ്പം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേയർക്കൊപ്പം തന്നെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സംശയിക്കുന്നു. ഈ യദു എന്ന് പറയുന്ന, താങ്കൾ പറയുന്ന ഈ ക്രിമിനൽ തന്നെ പറയാണല്ലോ, എനിക്ക് കൂടി ബോധ്യമാവുന്ന രീതിയിൽ ആ DVRലെ ആ ദൃശ്യങ്ങൾ, ആ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് സ്പഷ്ടമാക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒരു നാട്ടുകാർ സംശയിച്ചാൽ എന്ത് തോന്നും ശ്രീ റജി ലൂക്കോസ്? അല്ല, നാട്ടുകാരെ സംശയിപ്പിക്കലായിരുന്നല്ലോ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ മാധ്യമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു അധമനെ വെള്ളം പൂശാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുത്താമായിരുന്നു. തെളിവ് എവിടെ? തെളിവിലേക്ക് ഞാൻ വരുന്നത് പ്രമേയത്തിലാണ് നഷ്ടപ്പെടുന്നത്. എന്റെ പ്രതീക്ഷ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒന്ന് തടസ്സപ്പെടുത്താൻ പ്രതീക്ഷ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ പറയല. മെമ്മറി കാർഡിൽ ലോസ്റ്റ് ആയത് എങ്ങനെയാണെന്നുള്ളവരെ പോലീസ് കണ്ടുപിടിക്കട്ടെ. അത് ആർക്കും ചെയ്യാം. ആ വാഹനത്തിൽ ഇയാളല്ലാതെ കണ്ടക്ടർ ഉണ്ടായിരുന്നല്ലോ. ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്തതാണെങ്കിലോ? നിങ്ങൾ ഇതിനെ വൺ സൈഡ് പറയുന്നത്, ഈ ക്രിമിനലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും അതിനകത്ത് ഊരിക്കൊണ്ട് പോയതാണെങ്കിലോ? അങ്ങനെയും ചിന്തിക്കാൻ പറ്റില്ല പൊതുസമൂഹത്തിൽ. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ അവരുടെ സഹോദരനും ഭർത്താവും സഹോദര ഭാര്യയുമായി യാത്ര ചെയ്യുമ്പോൾ അപകടകരമായ രീതിയിൽ പലതവണ ഇയാൾ വണ്ടി ഓടിക്കുന്നു 10 മണി രാത്രിയിൽ. അവസാനം ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയപ്പോഴത്തേക്കും ഏറ്റവും മോശമായ രീതിയിലുള്ള അയാൾ ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളത് കണ്ടവർ പറഞ്ഞുകൊണ്ട് ഓഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അയാളെ തടഞ്ഞു നിർത്തി സീബ്രാലയിൽ നിർത്തി എന്നുള്ളതാണ് നിങ്ങൾ കാണുന്ന കൊടുങ്കുറ്റം. കേസെടുത്തോളൂ. അയാള് ആ വാഹനം തുറന്നതിന് ശേഷം അയാൾ സംസാരിക്കുന്ന മുഴുവൻ വീഡിയോ കേരളത്തിലെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും ഉണ്ട്. അയാൾ എന്താ പറയുന്നത്? നിങ്ങൾ ആരാണെങ്കിലും എനിക്കെന്നാ. അയാൾ എന്തോ ഒരു മയക്കുമരുന്നാണോ എന്താണെന്ന് അറിയത്തില്ല, ഒരു കടലാസ് എടുത്ത് താഴോട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പാക്കറ്റ്. അയാളുടെ സ്ട്രൈക്ക് റെക്കോർഡ് എന്താണ്? ആര്യ രാജേന്ദ്രൻ എന്താണ് അവിടെ വെച്ച് പറയുന്നത്? അതും ജനം കണ്ടോണ്ടിരിക്കല്ലേ? നിങ്ങൾ ഞങ്ങളെ പോലുള്ളവരോട് ഇങ്ങനെ മോശമായ രീതിയിൽ വികൃതമായ ലൈംഗികത കാണിച്ചാൽ മറ്റുള്ളവരുടെ ഈ പറയുന്ന പ്രതി അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ വെള്ളപൂശേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ പേറ്റന്റ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ചില കാര്യങ്ങൾ അവിടെ താങ്കളാണ് അല്ലെങ്കിൽ അവിടെ ഇന്ന ആളുകളാണ് പറഞ്ഞത് ലഹരി ഉപയോഗിച്ച് കൊണ്ടുപോയി ലഹരി ചെക്ക് ചെയ്തു, അവിടെ അതും അവിടെ തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലഹരി കവറോ മറ്റോ വീണോ. പക്ഷേ ഇതിനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു തെളിവാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. അവിടെയാണ് KSRTC എന്തുകൊണ്ട് ഈ മൗനം തുടരുന്നത്? KSRTC ഉദ്യോഗസ്ഥർ എന്താണ് ആക്ട് ചെയ്യാത്തത്? അവരുടെ ഒരു ട്രിപ്പ് മുടങ്ങി, അതൊന്ന്. 2, അത് പോട്ടെ, ഇപ്പോൾ ഈ കാർഡ് നഷ്ടപ്പെട്ടിട്ട് അവർക്കൊരു ജാഗ്രത പോലുമില്ല, അക്കാര്യത്തിൽ ഒരു ഉത്കണ്ഠയുമില്ല.
അല്ല പ്രതീക്ഷ, ഞാൻ അതിന് മറുപടി പറയാം കൃത്യമായിട്ട്. ഞാൻ ഒന്ന് പറഞ്ഞു. എന്റെ ഒരു നിസ്സാര ഒരു സിമ്പിളായ ക്വസ്റ്റ്യൻ, ഏത് പൊതുസമൂഹത്തിനും തോന്നുക ക്രിമിനൽ പശ്ചാത്തലമുള്ള രണ്ട് കേസുകൾ റാഷ് ഡ്രൈവിംഗിന്റെ പേരെടുക്കുകയും മറ്റൊരു സ്ത്രീയെ ഉപദ്രവിക്കാൻ ആ സ്ത്രീയെ ലൈംഗിക ചേഷ്ട മൃഗീയമായി കാണിക്കുകയും ചെയ്തവനെ വെള്ളം പൂശുകയും എന്നെയും എന്റെ സഹോദരഭാര്യയോടും ലൈംഗികമായ രീതിയിലുള്ള മോശമായ ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്തു എന്ന് ആര്യ രാജേന്ദ്രൻ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഡ്രൈവറുടെ പക്ഷം നിൽക്കുന്നത്? ഡ്രൈവറുടെ പക്ഷം ആര് നിന്നു? ക്ലാരിറ്റി വേണം. ഡ്രൈവറെ പേറ്റന്റ് അങ്ങനെ കാർഡടച്ചൊന്നും പറയല്ലേ. ആരാണ് ഡ്രൈവർക്ക് പക്ഷം ചേർന്നെന്ന് പറയുന്നത്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അത് പറയുന്നത്? അതാണ് പ്രതീക്ഷ ഇടപെടാതെ ഈ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഈ ക്രിമിനലിനെ എന്താ പറയുക വെള്ളപൂശാനും നീതിമാനാക്കാനായിട്ട് നടത്തുന്ന ഇന്റർവ്യൂകളും അഭിമുഖങ്ങളും കേരളത്തിലെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കുന്നില്ല സാർ. നിഷ്പക്ഷമായ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ. KSRTCക്ക് എന്താണ് മൗനം? KSRTC ഇവിടെ പോയി? KSRTCയിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ എന്താണ് KSRTC മന്ത്രിയുടെ നിലപാട്? മന്ത്രി എന്താണ് അഭിപ്രായം പറയാത്തത്? ആദ്യം അനുകൂലമായി കൊടുത്ത റിപ്പോർട്ട് ഈ വിഷയത്തിൽ അത് പിന്നീട് എങ്ങനെ മുങ്ങിപ്പോയി? KSRTC MD എങ്ങനെ നിങ്ങൾ മന്ത്രിയുടെ എല്ലാം വായടച്ചില്ലേ നിങ്ങൾ മാധ്യമങ്ങള്? ആ മന്ത്രി എന്ന് പറഞ്ഞ മനുഷ്യൻ ആ സ്ത്രീക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വേട്ടയാടുക കണ്ടോണ്ടിരിക്കുന്നതാ. അതുകൊണ്ട് അദ്ദേഹം മൗനം പാലിച്ചത്. പിന്നെ അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്, പോലീസ് തന്നെ മറുപടി പറയേണ്ടത്. ഏറ്റവും വലിയ മറുപടി പറയേണ്ടത് ആ സ്ത്രീയല്ലേ, ആര്യ എന്ന് പറയുന്നത്. അവര് പറഞ്ഞില്ലേ ഒരു സ്ത്രീയുടെ വാക്കിന് ഒരു വില പോലും കൽപ്പിക്കാതെ ഒരു കൊടും ക്രിമിനൽ സാമൂഹ്യ വിരുദ്ധനെ വെള്ളം പൂശുന്നത് കേരളത്തിലെ സമൂഹം പൊറുക്കത്തില്ല പ്രതീക്ഷ. 2-3 ദിവസമായി ശരത്ചന്ദ്ര പ്രസാദ്, അങ്ങനെയാണോ? അങ്ങനെ ഇതിനൊരു വ്യക്തത കുറവ് അത് വരുത്തിയതാരാണ്? ക്ലാരിറ്റി വരാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ്? അതുകൊണ്ടാണല്ലോ ഈ ഡ്രൈവറുടെ കൂടി പ്രതികരണം തേടുക എന്നുള്ളത്. അത് സ്വാഭാവികമാണ്. അത് മാധ്യമങ്ങളുടെ കൂടി, കാരണം അദ്ദേഹം കൊടുത്ത ഒരു പരാതിയും ഇവിടെയുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ പബ്ലിക് ഡൊമൈനിലുള്ളത് ആ സീബ്ര ക്രോസ് കടന്ന് ഇടതുവശത്തുകൂടി കയറിയുള്ള ആ വാഹനത്തിന്റെ വരവും അതുമാണ്. പിന്നീട് നമ്മുടെയുള്ളതെല്ലാം നമ്മുടെ വാമൊഴികളാണ്. തീർച്ചയായും അത് ഒരു സ്ത്രീക്കുണ്ടായിട്ടുള്ള ഒരു അപമാനകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് നടപടി അങ്ങേയറ്റം എടുക്കുകയും വേണം. പക്ഷെ അതിനൊക്കെയുള്ള തെളിവാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അല്ലാതെ വെള്ളപൂശികയാണ് പ്രതിക്കെന്നൊക്കെ റെജി ലൂക്കോസിനെ പോലെയുള്ളവരോ അല്ലെങ്കിൽ മേയറുമായി ബന്ധപ്പെട്ടവരോ ഒക്കെ പറയുന്നതിൽ അർത്ഥമുണ്ടോ? പൂർണ്ണാർത്ഥത്തിൽ ഞാൻ റെജി ലൂക്കോസ് പറയുന്നതിനെ ഞാൻ യഥാർത്ഥത്തിൽ പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷേ റെജി ലൂക്കോസ് പറയുന്ന അംഗീകരിക്കുമ്പോൾ തന്നെ സാഹചര്യ തെളിവുകളെല്ലാം മേയർക്കും MLAക്കും എതിരായിട്ടാണ് പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരം, ഇപ്പം മേയറോട് അപമര്യാദയായി, സ്ത്രീകളോട് അപമര്യാദയായി ഈ ഡ്രൈവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഡ്രൈവറുടെ പേരിൽ നടപടി ഉണ്ടാവണം, സംശയമൊന്നുമില്ല. ഇതിനെല്ലാം ഇപ്പോൾ ചേഷ്ട കാണിച്ചുവെങ്കിൽ, അസഭ്യം പറഞ്ഞുവെങ്കിൽ, ഏത് MLA എന്ന് ഏത് മേയർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മെമ്മറി കാർഡ് കിട്ടിയാൽ എല്ലാത്തിനും പരിഹാരമാകുമായിരുന്നു. ഇപ്പോൾ ഡ്രൈവർ പറയുന്നത് മെമ്മറി കാർഡ് അതിനകത്ത് ഇതിന്റെ റെക്കോർഡിംഗ് നടന്നിരുന്നു, ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ കണ്ടു. ഈ ബസ് പോലീസ് കസ്റ്റഡിയിലല്ല. അല്ല കേട്ടോളേ, അല്ല മെമ്മറി കാർഡിലുള്ളതിന്റെ വീഡിയോ വെളി വന്നിട്ടില്ല. മെമ്മറി കാർഡ് ഇപ്പൊ കാണാതെ പോയി. അപ്പൊ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഡ്രൈവർ ഓവർടേക്ക് ചെയ്യുന്നത്, അയാൾ ചേഷ്ട കാണിക്കുന്നത്, അകത്ത് MLA അകത്ത് കയറി ആൾക്കാരെ ഇറക്കി വിടുന്നത്, ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നത്, ഈ ഡ്രൈവറുടെ കയ്യിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നെങ്കിൽ അത് എടുക്കുന്നത്, ഉപയോഗിക്കുന്നത് അടക്കം എല്ലാം ഈ മെമ്മറി കാർഡിലാണ്. മെമ്മറി കാർഡ് കണ്ടുപിടിക്കാൻ വേണ്ടി KSRTCയും പോലീസും പരസ്പരം ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യണം. എങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചാനലുകളെയോ ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണത് ഊരി മാറ്റിയത് എന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സാങ്കേതികമായി മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരില്ലേ? കാരണം ഇപ്പോഴും യദു എന്ന ഇവർ പറയുന്ന പോലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾ പറയുന്നു അത് കണ്ടുപിടിക്കണം, അത് കണ്ടുപിടിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നുകൂടി പറയുമ്പോൾ പിന്നെ എന്ത് ചിന്തിക്കേണ്ടി വരും? ഏറ്റവും ആധുനിക രീതിയിൽ ഇത് മെമ്മറി കാർഡ് കാണാതെ പോയെങ്കിലും ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. KSRTC വെറുതെ ഒരു ബസ്സിൽ റെക്കോർഡ് ചെയ്യുന്ന മെമ്മറി കാർഡ് വെച്ച് റെക്കോർഡ് ചെയ്യലല്ലോ, അതിന് റെക്കോർഡിങ്ങിലേക്ക് വരുന്ന എന്തെങ്കിലും സിസ്റ്റം KSRTC കാണണമല്ലോ, എങ്കിലല്ലേ ഇത് സത്യം എപ്പോഴും അറിയാൻ കഴിയുമോ. അപ്പോൾ ആ ആധുനിക മാർഗത്തിൽ കൂടി മെമ്മറി കാർഡ് കണ്ടെത്തിയാൽ റെജി ലൂക്കോസും നമ്മൾ ആരും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. മെമ്മറി കാർഡ് കിട്ടിയാൽ സത്യം ബോധ്യമാകും.
ഈ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് മെഡിക്കൽ പരിശോധന പറഞ്ഞു എന്നാണ് വാർത്ത വന്നത്. പിന്നെ KSRTCയുടെ ഭാഗത്തു നിന്നും ആദ്യം വന്ന റിപ്പോർട്ട് ഡ്രൈവർ കുറ്റക്കാരനല്ല എന്നുള്ളതാണ്. ഡ്രൈവറുടെ പേരിൽ വേറെ കേസുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതിപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദം വരുന്ന കാര്യമാണ്. ഇപ്പോൾ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് സാഹചര്യ തെളിവ് മേയർക്കും മേയറുടെ ഭർത്താവ് MLAക്കും ആ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ഡ്രൈവറോട് കയർക്കുന്നതും കൈകൊണ്ട് ഇങ്ങോട്ട് താ എന്നെന്തോ പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ട് വർത്തമാനം പറയുന്നതുമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സത്യം മേയറോട് മോശമായി പെരുമാറിയെങ്കിൽ ഇതിൻ്റെ സത്യം ഈ മെമ്മറി കാർഡ് കിട്ടുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയൂ. അതല്ലെങ്കിൽ പോലീസ് നിഷ്പക്ഷമായി ഗൗരവപൂർണമായ ഒരു അന്വേഷണം നടത്തി. ഇത് CPM സംസ്ഥാന സെക്രട്ടറി വെള്ളപൂശിയതുകൊണ്ട് അതിൻ്റെ ചുവട് പിടിച്ച അന്വേഷണം നടക്കരുത്. നിഷ്പക്ഷമായ സത്യസന്ധമായ അന്വേഷണം പോലീസും KSRTC വളരെ ഗൗരവപൂർണമായ അന്വേഷണം നടത്തണം. അതാണ് ഇവിടെ വേണ്ടത്. ശരി, വളരെ നന്ദി ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്. ഒപ്പം റെജി ലൂക്കോസ്. യദു ഈ വിഷയത്തിൽ പ്രതികരിച്ച് വളരെ നിർണായകമായ തെളിവാകേണ്ടിയിരുന്ന മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതേസമയം ഈ വിഷയത്തിൽ മേയർ ആര്യ രാജേന്ദ്രന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ് DYFIയും